അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് ഹോർമുസ് കടലിനോട് ചേർന്നുകൊണ്ട് 2 അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതും പിന്നീട് അത് സ്ഥിരീകരണ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത്. ഇതോടെ ഈ മേഖലയിലുള്ള സംഘർഷാവസ്ഥയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും രൂക്ഷമായി തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. അമേരിക്ക എത്രത്തോളം ഇറാന് നേരെ പ്രഹരിക്കുന്നോ അതിൻ്റെ 4 ഇരട്ടി തിരിച്ചുള്ള പ്രഹരമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിച്ചാൽ വല്ലാതൊന്നും തിരിച്ചടിയില്ലാത്ത രീതിയിൽ 3ാം ലോക രാജ്യങ്ങളൊക്കെ കീഴടങ്ങുകയും അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പല രാജ്യ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടും അവർക്കുണ്ടായ അനുഭവം അതാണ്. ഇറാനെ തൊട്ടതോടുകൂടി സ്ഥിതിയും അവസ്ഥകൾക്കും മാറ്റങ്ങൾ വന്നു. ഭയങ്കരമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ അമേരിക്ക പതറി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ചുരുക്കം. ഇപ്പോൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഹോർമുസ് കടലിലൂടെ 2 യൂറോപ്യൻ കപ്പലുകളെ കടത്തിവിടാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയത്. അതിനു മുൻപും പിറകുമായിട്ട് പലതരത്തിലുള്ള ഈ ആക്രമണ രീതികൾ അല്ലെങ്കിൽ ഈ മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള പ്രത്യേകമായിരിക്കും നിർദ്ദേശം നൽകുകയും നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ കാവലിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണവുമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. എന്നാൽ സ്ഥിതികൾ അങ്ങനെയല്ല വന്നത്. സ്ഥിതികളെ സംബന്ധിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ കടന്നുകൊണ്ട് യൂറോപ്യൻ കപ്പൽ പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അത് യൂറോപ്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. പൊടുന്നവനെ കപ്പൽ റൂട്ട് മാറ്റിയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെയാണ് ഇറാന്റെ സൈനിക മേഖലയ്ക്ക് നേരെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ കവചം ഒരുക്കുന്ന സൈനികർക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ബോംബാക്രമണം നടന്നു എന്നാണ് പറയുന്നത്. അതോടുകൂടിയിട്ട് ഭയാനകരമായിരിക്കുന്ന തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ഇടപെടലുകൾ റഷ്യ നടത്തിയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസിന്റെ അധികാരം ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലുള്ളത് തന്നെയാണ്. അത് അവർ തന്നെ തുടരട്ടെ. പിന്നെ ഈ മേഖലയിലൂടെ കപ്പലുകൾ സഞ്ചാരം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണമായിരിക്കുന്ന വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവാം. അത് ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന് വിശ്വാസയോഗ്യമായിരിക്കുന്ന രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലൂടെ അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടി സാധിക്കുന്നില്ല. പാകിസ്ഥാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും എവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല, പൂർണ്ണമായ രീതിയിൽ ഇറാന് പാകിസ്ഥാനെ വിശ്വാസമില്ല. ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിനോട് സഹകരിക്കുന്നു എന്നതിനപ്പുറമായിരിക്കും. അതിൽ നിന്ന് മാറ്റങ്ങൾ വരണം. വിശ്വാസയോഗ്യമായിരിക്കുന്ന രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പ്രത്യേകമായ രീതിയിൽ അതിൽ പരാമർശം കാണുന്നത് ഒമാൻ അതിൽ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. ഒമാന് വലിയ വിശ്വാസമാണ് ഇറാന്. അതുകൊണ്ട് തന്നെ 4-5 പ്രാവശ്യത്തോളം 2025 വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ചർച്ച നടത്തിയത് ഒമാനാണ്. 2ാം ഘട്ടത്തിൽ 2026 2-3 പ്രാവശ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതും ഒമാനാണ്. 2 പ്രാവശ്യവും അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചയ്ക്ക് മുൻപേ ആയിട്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. അതായത് വെടിനിർത്തൽ ചർച്ച ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത്. അത് അവരുടെ സ്വഭാവ രീതിയാണ്. അത് ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെ നമുക്കത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും സുരക്ഷിതത്വമില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ കപ്പലിൻ്റെ ഉടമസ്ഥരും പല രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വിട്ടത്. അവർ അത് പറയുന്നുണ്ട്, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കൽ പോലും കപ്പൽ സഞ്ചാരം നടത്തുകയില്ല എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് വരുന്ന റിപ്പോർട്ട് 2 ദിവസമായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പൽ സഞ്ചാരം നടന്നിട്ടില്ല എന്നുള്ളത് ഇറാന്റെ ഭാഗത്ത് സ്ഥിരീകരണ റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ ഏറെക്കുറെ അത് കൃത്യമാണ് എന്നുള്ളത് കൃത്യമാണ്.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ചുങ്കം ചുമത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും നീക്കുപോക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. അതൊരിക്കലും ഇറാൻ സമ്മതിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ $12 ബില്യൺ ഇറാന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അമേരിക്കയോടും ഇസ്രായേലിനോടും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ഈ നഷ്ടപരിഹാരം കൊടുക്കാത്തടത്തോളം കാലം ഇവിടുന്ന് ചുങ്കം ചുമത്തരുത് എന്ന് പറയാൻ ധാർമ്മികപരമായ രീതിയിൽ മറ്റു ലോക രാജ്യങ്ങൾക്ക് അധികാരമില്ല. അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വെച്ച് കൊടുക്കണം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തുന്നു. അപ്പോൾ ലോകത്തിന് മുൻപിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ്: വെടിനിർത്തൽ ചർച്ച അവസാന ഘട്ടത്തിലാണ്, അത് ഏറെക്കുറെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. തങ്ങൾക്ക് മുജ്തബ ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ ആത്മീയ നേതാവുമായിട്ട് ചർച്ച നടത്തണമെന്നുള്ള അതിന് ആൾ മറുപടി പറഞ്ഞു. പിശാചുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ അത്തായം കൊടുക്കുന്ന പരിപാടി തങ്ങൾക്കില്ല എന്നുള്ള ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ പോയി. അപ്പോൾ അതുകൊണ്ട് എന്തായില്ല, അവരുമായിട്ടുള്ള ചർച്ച, ഇത് മുജ്തബ ഖമേനിയുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് മറ്റൊരു തലത്തിലാണ്. അഥവാ ഒരു തരത്തിൽ അദ്ദേഹം പറയുന്നത്, ട്രംപ് പറയുന്ന കാര്യം, ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയക്കാരുമായിട്ടുള്ള അഭിമുഖത്തിനിടയിൽ അവർ ചോദിച്ച ചോദ്യമാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുമായിട്ട് എന്തിനാണ് ഇവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇയാളുമായിട്ട് ചർച്ച നടത്തണം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ട്രംപിൻ്റെ അഭിപ്രായത്തിന് ഖമേനിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുജ്തബയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണം വരുന്ന സമയത്തല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാവും ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതിലൊരു തന്ത്രമാണ് ട്രംപ് പ്രയോഗിച്ചത് എന്ന് പോലും പറയുന്നു. എന്നാൽ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ മറുപടി പറയുക എന്നുള്ളത് ഇറാന്റെ ആത്മീയ നേതാക്കന്മാർ ഒരു കാലത്തും ചെയ്യാറില്ല. അവരുടെ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരോ ആ നിലപാടെടുക്കുന്നവരോ മാത്രമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാറുള്ളത്. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രതികരണം ഇന്നലെ പുറത്ത് വരികയും ചെയ്തു. അപ്പോൾ ഈ റൂട്ടിൽ ഈ രീതിയിൽ ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മേഖല കടന്നു പോകുന്നതെന്ന് ചുരുക്കം. അത് അശാന്തമായിരിക്കുന്ന ഒരു സ്ഥിതിയും സാഹചര്യങ്ങളും നിലവിലെത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിന് ഒരു പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് നീങ്ങി പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതോടനുബന്ധിച്ച് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നിയമിച്ചിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘമുണ്ട്, ഒരു സൈനിക വിഭാഗം. ആ സൈനിക വിഭാഗത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയതായിരിക്കുന്ന വിവരങ്ങൾ IRGCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. നിലവിലുള്ള അധികാരത്തെക്കാൾ കൂടുതൽ അധികാരം. അതിന് പറയുന്ന കാര്യം, ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായി അതിൻ്റെ നേതൃത്വത്തെ ഇവർ വിവരം അറിയിക്കണം. അപ്പോൾ ലീഡർഷിപ്പുള്ള ആളുകളെ അല്ലെ ക്യാപ്റ്റന്മാരായിരിക്കുന്ന ആളുകളെ വിവരം അറിയിക്കുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തിരിച്ചടിയും ആക്രമണം നടത്തണം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പുതിയ ഒരു ക്രമീകരണം അവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതും കുറച്ച് അധികാരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കാര്യം ഈ യുദ്ധം വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ തിരിച്ചടിക്കണം എന്നുള്ളതാണ്, തിരിച്ചടിക്കാനുള്ള അനുമതി നൽകി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം. അഥവാ രാജ്യത്തിന് നേരെയോ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്ക് നേരെയോ നമ്മുടെ ആയുധ സംവിധാനങ്ങൾക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് തിരിച്ചടിക്കണം. എവിടുന്നാണോ വരുന്നത് ആ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തണം എന്നുള്ളതാണ്. അതിന് റഡാർ സംവിധാനത്തിനപ്പുറം അവർ ആകാശ ചിത്രങ്ങളും പുറത്ത് വിട്ടുകൊണ്ടുള്ളതാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങളുണ്ട്, സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട് ഇറാൻ്റെ തന്നെ. അതിനപ്പുറം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചൈന സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുകയും റഡാർ സംവിധാനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും എന്തൊക്കെയാണ് നടന്നത്, എവിടെ നിന്നാണ് ഈ ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുക.
ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഉദ്ദേശ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതുമാണ്. ഇതിപ്പോൾ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇതൊരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഈ സംഭവങ്ങൾ മുൻപ് 2 ദിവസം മുമ്പ് തീരുമാനമായതും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായ രീതിയിൽ നിലനിന്നുകൊണ്ട് ഈ യുദ്ധത്തെ നയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.